നമ്മള് ടിവിയിൽ കാണുന്ന അപ്പൊ തൊട്ട് പോരെ. എന്താണെന്നറിയോ, ടി വി ഉണ്ടായപ്പോ പോരെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, അതൊരു വലിയ പടമാണ്. അത് ശരിയാ, വെരി ഹ്യൂജ് ആണ്. ദയവായി അങ്ങനെ സാറ് കുറെ ഫോട്ടോസ് വെച്ച് നോക്കി, ഏതോ ഒരു ഫോട്ടോ സാറിന് ഇഷ്ടപ്പെട്ടു, ഏതോ ഒരു ഫോട്ടോ. സിനിമ ചെയ്യുന്നവരാരും വിചാരിക്കരുത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഞങ്ങൾ സീനിൽ ചെയ്യുന്നവരാണെങ്കിലും ഹെയർ ഫിക്സിംഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചിട്ട് സാജൻ സൂര്യ. അതിന് സന്തോഷമാണ്. ഗട്ട്സ് ആണ് അത്. സിനിമ ആരും എന്നെ വിളിക്കാറില്ല, സിനിമയിൽ കൺസിഡർ ചെയ്യാറില്ല. സിനിമ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഫാക്ട്. ബംഗ്ലാവ് ലവത കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചതി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അഡ്വാൻസ് ഒക്കെ കിട്ടിയായിരുന്നു ചേട്ടാ അന്ന്. അല്ലല്ലോ, അതിന് അഡ്വാൻസ് തന്നിട്ടില്ല എനിക്ക്. ജീസസിനെ കാണാതെ പോകുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഗീതാ ഗോവിന്ദം കഴിഞ്ഞു, ഈ നെക്സ്റ്റ് പ്രൊജക്ട് എപ്പോഴാ? ഒന്നുമില്ല, ഒരു പണിയില്ല, ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്നു. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ. ജോൺ പറയണ യക്ഷി കറക്റ്റ് ആണ്. ഹലോ എവരിവൺ, ടുഡേ വി ഹാവ് ധന്യ മേരി വർഗീസ് ആൻഡ് സാജൻ സൂര്യ. ഹലോ. ഓക്കെ, 3-ാം നമ്പറാണ് നമ്മുടെ വിശേഷം. ഓക്കെ, അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണോ, എങ്ങനെയാ വരുന്നത്? റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് ചോദിച്ചാൽ ഇതൊരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസിന് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറി ആയിരിക്കും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, കാണുന്ന എല്ലാവർക്കും കേട്ട് പരിചയമുള്ള. കാരണം നമ്മളെപ്പോഴും നമ്മൾ കേരളത്തിലൊക്കെ കൂടുതൽ നമ്മളെപ്പോഴും മാതാവിനെ കുറിച്ചും അവൻ്റെ വിശ്വാസം എല്ലാവരിലും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ബൈബിളിലൊരു അതായത് ജീസസിനെ കാണാതെ പോകുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിനെ എലാബറേറ്റ് ആയിട്ട് അങ്ങനെ ബൈബിളിൽ കൊടുത്തിട്ടുമില്ല. അതിൻ്റെ അപ്പം ജോസഫ് ആൻഡ് മേരി അനുഭവിച്ചിട്ടുള്ള ആ ഒരു അവരുടെ ഇമോഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിനെ എടുത്തിട്ട് അതിൻ്റെ ആ കണ്ടന്റ് എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. അതെ അതെ. ചേട്ടനിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഒരു കോള് വന്ന് ഇതിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എനിക്കൊരു കോള് വരുന്നത്, ഞാൻ രാജീവ് പരമേശ്വരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്. രാജീവാണ് ശരിക്കും ഈ യേശുപിതാവിന്റെ ക്യാരക്ടർ ചെയ്യാനിരുന്നത്, നേരത്തെ കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവനെ കുറച്ച് തമിഴ്, അവന് ദൈവം സഹായിച്ച് അവന് കുറേ തമിഴ് സീരിയലുകൾ വന്നു. അവൻ അതിലോട്ട് പോയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോഷി സാറ്, നമ്മുടെ ഡയറക്ടർ, വലിയ ജോഷിയല്ലേ, ഞങ്ങളുടെ കുഞ്ഞു ജോഷി സാറിന്റെ കോള്. അതെ 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 അതെ. ഞങ്ങളിപ്പോ ഇതിൽ നിന്ന് ഞങ്ങൾ അതിലോട്ട് വലുതിലോട്ട് ചിന്തിച്ചിരിക്കുക. സാറൊക്കെ ഇത് കണ്ടിട്ട് ഞങ്ങൾ വിളിക്കണേന്ന് ജോഷി സാറ്. ചെറിയ ജോഷിയിൽ നിന്ന് വലിയ ജോഷിയിലോട്ട് പോട്ടെ. അപ്പോൾ ഞങ്ങളെ ഫാമിലി ആയിട്ട് തായ്ലൻഡ് ഇരിക്കുമ്പോഴാണ് ശരിക്കും ജോഷി സാറിന്റെ കോള് വരുന്നത്. ഞങ്ങൾ അന്ന് അവിടെ ചെന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ സാറിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുഞ്ഞു പടം ചെയ്യണം, അതിനകത്ത് യോസേഫ് പിതാവിന്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറിന് ഞാനിപ്പോൾ ഇവിടെ എത്തിയേ ഉള്ളൂ, എനിക്ക് റോമിങ്ങിലാണ്, എന്നാലും കുഴപ്പമില്ല, എത്ര വേണോ സംസാരിക്കാമെന്ന് പറഞ്ഞ് കുറേ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, ഞാൻ 5 ഡേയ്സിനകത്ത് വരും, വന്ന് ഇറങ്ങിയാലൂടെ നമുക്ക് സംസാരിക്കണം. അപ്പം സാറ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, നമുക്കൊരു പുതിയ നായികയാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ ആ നായികയ്ക്ക് ഇന്ന ഡേറ്റുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡേറ്റിന് എനിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ സാർ ഒന്ന് തിരിച്ചെത്തിക്കോട്ടെ, ഞാൻ തിരിച്ചെത്തിയാലോടെ ഞാൻ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചെത്തി സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, ആ ഹീറോയിനായിട്ട് വെച്ചിരിക്കുന്ന ആ കുട്ടിക്ക് ഇന്ന ഡേറ്റുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഡേറ്റ് എനിക്ക് ഒരു രക്ഷയില്ല, ഞാൻ അപ്പോൾ ഗീതാ ഗോവിന്ദം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് സാറ് ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അങ്ങനെയാണെങ്കിൽ വേറെ ഒരു നായിക നമുക്ക് കണ്ടെത്താം, നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. ഒരു പുതിയ കുട്ടിയുണ്ട്, എന്നാലും സാജന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ സജഷൻസ് അയച്ചു കൊടുത്തു. ഏറ്റവും ആദ്യം ഓർമ്മ വന്ന പേര് ധന്യ എന്നായിരുന്നു. എന്തോ എനിക്ക് ആ സമയത്ത് ധന്യ, നമ്മൾ ആ സമയത്ത് വർക്കൊന്നും ചെയ്തിട്ടില്ല. ധന്യയുടെ ഫേസ് ഓർമ്മ വരാൻ എനിക്ക് ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വന്നത് ധന്യയുടെ പേരാണ്. വളരെ കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, അത് സാറിനൊരു 3-4 ചോയ്സ് അയച്ചു കൊടുത്തെങ്കിലും സാർ അതിൽ നിന്ന് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ താല്പര്യം പറഞ്ഞത് ധന്യയുടെ കാര്യം മാത്രമാണ്. അതൊരു ദൈവനിമിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സാജനെ നമ്മൾ കാണും, സംസാരിക്കുമെന്നല്ലാതെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. നമ്മളപ്പോ ട്രിവാൻഡ്രംകാരാണ്, അത്രേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞ കുറച്ച് പേരുകളിൽ എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാനും ആലോചിച്ചു, ചേട്ടൻ എന്താ എൻ്റെ പേര് പറഞ്ഞേ എന്താ ആലോചിച്ചു. കാരണം അങ്ങനെ ഓർമ്മയിലേക്ക് വന്നല്ലോ. അതിപ്പം ദൈവനിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഈ ഇപ്പം സാജേട്ടൻ കൊടുത്ത ഫോട്ടോസ് കണ്ടിട്ട് ഏതോ 1-2 കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, മാറ്റിയായിരുന്നു. പിന്നെ വീണ്ടും സാർ ഇങ്ങനെ നോക്കി വേറെ ഫോട്ടോസ് ഉണ്ടോ ചോദിച്ചപ്പോൾ സാറ് അയച്ചിട്ടുണ്ട്, 3-4 ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു ഫോട്ടോയിൽ സാറിന് തോന്നി. ഞാൻ ധന്യയുടെ ചോദിച്ചിട്ടൊന്നുമല്ല ഫോട്ടോ അയച്ചത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ധന്യയുടെ ഫോട്ടോസ് എടുത്ത്
അങ്ങ് അയക്കായിരുന്നു ഇന്ന ജസ്റ്റ് സജഷൻ എന്നുള്ള രീതി ചേട്ടന് കൊടുത്തതാ. പക്ഷെ അന്ന് ഇത് സാറിന്റെ മനസ്സിലേക്ക് ഈ ഒരു ക്യാരക്ടറിന് എന്നെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തോന്നി. സാർ അന്ന് തന്നെ എനിക്ക് മെസ്സേജ് ഇടുന്നു, രാത്രിയിൽ ഒരു മെസ്സേജ് വരുന്നത്, ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു മെസ്സേജ്. ഞാനിങ്ങനെ ഒരു തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് കണ്ടു എല്ലാം ഡാൻസും അങ്ങനത്തെ മോഡേൺ ഡ്രസ്സും ഒക്കെ. അപ്പൊ ഒരിക്കലും ആ ഡ്രസ്സ് കണ്ടിട്ട് സാർ ഇത് കണക്ട് ചെയ്യാനേ പറ്റില്ല. ഇത് സാറ് പറഞ്ഞു. എന്നിട്ട് ഈ ഫോട്ടോസ് അഴിച്ച് സാർ ഏതോ ഫോട്ടോ ഓപ്പൺ ചെയ്തപ്പോ സാറ് പറഞ്ഞു, അയ്യോ ഈ ഫോട്ടോ ഇത് കണ്ടിട്ട് ഫിൽറ്റർ ഇല്ലാത്ത ഫോട്ടോ ആയിരുന്നു അത്. ഫിൽറ്റർ എല്ലാം ഉണ്ട്, ഫിൽറ്റർ കൂടി പോയി. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ നല്ല കണ്ണൊക്കെ എഴുതി നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലിലൊക്കെ അങ്ങ് ഇട്ടു. അപ്പം അത് സാർ ഒരിക്കലും ഒരു മാതാവ് അവിടെ ഒരു ഇസ്രായേൽ സ്റ്റൈലിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ സാറിന് അത് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഫോട്ടോസ് കണ്ടാല്. അങ്ങനെ സാറ് കുറെ ഫോട്ടോസ് വെച്ച് നോക്കി, ഏതോ ഒരു ഫോട്ടോ സാറിന് ഇഷ്ടപ്പെട്ടു, ഏതോ ഒരു ഫോട്ടോ, അത് ഏത് ഫോട്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ നോക്കിയപ്പോ ഇത് കൊള്ളാം, ഇത് മാതാവാക്കാൻ പറ്റുമല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു മുഖം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സാർ അന്ന് തന്നെ എനിക്ക് മെസ്സേജ് ഇടുവാണ്. അപ്പം സാറ് പറഞ്ഞു, ഈ ഫോട്ടോസ് നോക്കിയിട്ട് ഇന്ന ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നേരെ പോയി കാണാൻ ദ്രോണ സിനിമ. അപ്പൊ അയ്യോ ദ്രോണ വെച്ചിട്ട് എങ്ങനെ ഞാൻ യക്ഷിനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാതാവായിട്ട് അവതരിപ്പിക്കും എന്ന് സാർ ആലോചിച്ചു. പിന്നെ സാറ് ഇങ്ങനെ വീണ്ടും കുറെ എന്നെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഫോട്ടോസൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ സാറ് എനിക്കൊരു മെസ്സേജ് ഇടുകയാണ്, ഞാനിങ്ങനെ ഒരു ചെറിയ പടം എടുക്കുന്നുണ്ട്, അതിൽ ഇങ്ങനെ ചേട്ടനുണ്ട് യോസഫായിട്ട്, ഇങ്ങനെ മാതാവായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഞാനിങ്ങനെ ബാക്കി ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, മാതാവായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എനിക്കറിയില്ല. യെസ്, കാരണം എനിക്ക് എവിടെയോ ഈ മാതാവിനോട് ഭയങ്കര, ഞാൻ മാതാവിൻ്റെ ഒരു വലിയൊരു എൻ്റെ ഏറ്റവും വലിയ മീഡിയേറ്റർ ആണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മീഡിയേഷൻ. നേരത്തെ എപ്പോഴും ചെയ്തിട്ടുണ്ടോ? ക്രിസ്മസിനൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. ഞാൻ മാതാവായിട്ട് അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എവിടെ വെച്ച് ചില ഫാദേഴ്സ് കാണുമ്പോൾ ഈ കുട്ടി ചെറുതായിരുന്നു, അപ്പൊ കുട്ടീനെ മാതാവാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിപ്പം മിയ ചെയ്ത സീരിയലൊക്കെ കണ്ടപ്പോൾ എന്ത് ഭാഗ്യമല്ലേ കുട്ടിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അപ്പൊ ഞാൻ ഓർക്കും ചെയ്ത് ഏതെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ എനിക്കും ചെയ്യണം അന്നേ മനസ്സിലുണ്ട്. ഇത് കണ്ടതും ഞാൻ ഓർത്തു, ഓക്കെ ഇതെന്തായാലും ചെയ്യാം. ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഓക്കെ സാർ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഞാനത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു, സാറ് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും പോവുക. പുള്ളി വെച്ചു, നീ ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കുക, അതെന്താ സാറ് വേറെ പടം എടുത്തിട്ടുണ്ട് എന്തൊക്കെ ഒന്ന് നോക്ക്, നീ എടുത്തിയാണ് പരിചയം ഒന്നും അറിയില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ജോഷി സാർ എന്ന് പറയുന്ന ഒരാളിനെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. രാജീവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ സാർ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, അവനും സാറിന് അറിയില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ അവൻ പറഞ്ഞു, എടാ അതൊരു കുഞ്ഞു പടമായിരിക്കും, ഒരു 15 ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, 15 ദിവസത്തിലല്ല തീർന്നേക്കുന്നത്. ഞാൻ അത് ചോദിക്കാം, സീരിയലിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണല്ലോ, അപ്പൊ ഈ 15 ഡേയ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഏകദേശം എത്ര ദിവസം എടുത്തു? ഞങ്ങൾ പല ഷെഡ്യൂൾ ആയിട്ടാണ് ചെയ്തത്. അത് ആദ്യത്തെ ഒരു ഷെഡ്യൂൾ ചെയ്തു, അപ്പൊ അവിടെ തീർന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ എനിക്ക് 4 or 5 ഷെഡ്യൂളായിട്ട് തീർക്കേണ്ടി വന്നു. സീരിയൽ മാറി നിൽക്കാൻ പറ്റിയോ? അല്ല, നമുക്ക് എപ്പോഴും വെച്ചാൽ 1 തൊട്ട് 15 വരെ, 15 തൊട്ട് 30 വരെയും സീരിയൽ. അപ്പൊ ആ 15 ഡേയ്സ്, ബാക്കിയുള്ള 15 ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു സമയം കണ്ടെത്താൻ നമുക്ക് ധാരാളം സമയമുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നവരാരും വിചാരിക്കരുത്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഞങ്ങൾ സീരിയൽ ചെയ്യുന്നവരാണെങ്കിലും ഞങ്ങൾ 10 ദിവസം സീരിയൽ കൊടുക്കുന്നുള്ളൂ, ബാക്കി 20 ദിവസം ഞങ്ങൾ ഫ്രീ ആണ്, പ്ലീസ് വിളിക്കൂ. അല്ല, ഡേറ്റ് ക്ലാഷ് വരുന്ന ഓർത്താണ് വിളിക്കാത്തത് അല്ലേ? ഡേറ്റ് നമുക്കിപ്പോ സീരിയലിന് കൊടുത്തിരിക്കുന്ന ഒരു 10 ദിവസം നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു 10 ഡേയ്സ് ഒഴിച്ചിട്ട് ബാക്കി അത് ചിലപ്പോ വിളിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഡേറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ. പിന്നെ ഇതിപ്പോ ഞങ്ങളെ രണ്ടുപേരെയും വെച്ചിട്ട് പോകുന്ന ഒരു സിനിമ ആയതുകൊണ്ട് കറക്റ്റ് ഞങ്ങളുടെ ഡേറ്റ് നോക്കി വെച്ചു എന്നുള്ളതാണ് സത്യം. ചേട്ടൻ ഇങ്ങനെ ഡയറ്റും എല്ലാം നോക്കി അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? ഞാൻ ഒട്ടുമില്ല. ആണോ? പക്ഷെ ചേട്ടൻ എനിക്ക് തോന്നുന്നു നമ്മള് ടിവിയിൽ കാണുന്ന അപ്പം മുതൽ ഇപ്പോഴും പ്രായാവുന്നേ ഇല്ല. അല്ല, അത് എന്താണെന്നറിയോ, ടി വി ഉണ്ടായപ്പോ പോലെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ല, മമ്മൂട്ടി എന്നാണ് അറിയുന്നത് അല്ലേ? അതെ, അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റിയ കൊള്ളായിരുന്നു. ഒന്നുമില്ല, ഡയറ്റ് ഒന്നുമില്ല. കഴിക്കുന്നത് എല്ലാം കഴിക്കും. കഴിക്കുന്നത് വളരെ കുറച്ച് കഴിക്കുക. പിന്നെ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഞാനും ഈ പറയുന്ന പോലെ ആഴ്ചയിൽ 7 ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളൊന്നുമില്ല. ഞാൻ 3 ദിവസം 4 ദിവസം ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ
അതിങ്ങനെ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട്. ഇപ്പോൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റെപ്സ് കാണുകയാണെങ്കിൽ കുറേ സ്റ്റെപ്സ് കയറും, അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഫീൽ ആണെങ്കിൽ ഇറങ്ങി കുറച്ച് നടക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. കോൺഷ്യസ് ആണ് അല്ലേ? പിന്നെ എന്താ അറിയാം, നമ്മളെപ്പോഴും വളരെ കഴിയുന്നതും വളരെ സന്തോഷമായിട്ടിരിക്കുക. ചേട്ടൻ എപ്പോഴും ഇതുപോലെ കൂളാണ്. ഞാൻ കഴിയുന്നതും ഞാൻ എപ്പോഴും കൂൾ. ദേഷ്യം വരില്ല എന്നല്ല, ദേഷ്യം ഭയങ്കരമായിട്ട് വരും, പൊട്ടിത്തെറിച്ച് ദേഷ്യം വരും. ആ സമയത്ത് ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് പക്ഷെ ആ 10 മിനിറ്റ് എനിക്ക് ദേഷ്യം ഉണ്ടാവും. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വളരെ കൂളാവും. ഞാൻ വളരെ കൂളായി ഞാൻ എല്ലാവരും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടേ പോയി സോറി പറയുക. ആ പ്രശ്നം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അവിടെ തീർക്കണം. ഞാൻ അതുകൊണ്ട് ഏതറ്റം വരെയും പോയി സോറി പറയാൻ തയ്യാറാണ്. എന്നാലും ഈ പറയുന്ന കുറച്ച് നാളുകളായിട്ട് ആ ദേഷ്യം ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആണ്. യോഗയൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ വൈഫ് റെഗുലർ ആയിട്ട് യോഗ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഒരു എന്താണ് ഒരു ചെറിയൊരു പാർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പോസ്റ്റർ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ ലാലേട്ടന്റെ, അതിലെവിടേക്കോ എനിക്ക് തോന്നുന്നു ആ ഒരു അതൊരു വലിയ പടമാണ്. അത് ശരിയാ, വെരി ഹ്യൂജ് ആണ്. ദയവായി ആ ലെവലിന്റെ ഒരു 5% ഇതെന്നറിയോ? ശരിക്കും പറയാം, ഞങ്ങള് ഇത് ശരിക്കും സാറ് പ്ലാൻ ചെയ്ത് കുറച്ച് ഇസ്രായേലിൽ ഷൂട്ട് ചെയ്യാം, കുറച്ച് രാജസ്ഥാനിൽ, അങ്ങനെയൊക്കെ വളരെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്രായേൽ ഷൂട്ടിങ് ആ യുദ്ധം കാരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒരു വീടിനകത്ത് കുറച്ച് സെറ്റ് ഇട്ട് പിന്നെ കുറേ ഔട്ട്ഡോർ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മലയാളികൾ കാണേണ്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത യേശുദേവന്റെ ഒരു സിനിമയാണ്. ഇതിനകത്ത് കൃത്യമായ ഒരു മെസ്സേജ് ഉണ്ട്. ഒരു കഥ, യേശുദേവനെ 12-ാം വയസ്സിൽ കാണാതായത് ആ നൊമ്പരം, ആ 3-ാം നൊമ്പരം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൊമ്പരം കൃത്യമായി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊരു ഇപ്പം നമ്മൾ ഇപ്പം ധന്യ അല്ലെങ്കിൽ ധന്യയുടെ മാതാവിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും യോസേഫ് പിതാവാണെങ്കിലും ശരി, നമ്മൾ ജനങ്ങളിലോട്ട് എത്തിച്ചിരിക്കുന്ന ജനങ്ങൾ കാണുമ്പോൾ ഇതൊരു സാധാരണക്കാരൻ, ഒരു 2 സാധാരണക്കാരായ അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരു മകനെ കാണാതാവുന്ന നൊമ്പരം എങ്ങനെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുമോ ആ രീതിയിലാണ് നമ്മൾ ഈ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബേസും കഥയും കഥാപാത്രങ്ങളും എല്ലാം അങ്ങനെയാണെങ്കിലും ദയവായി ആൾക്കാർ കാണേണ്ടത് അതൊരു അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ക്രിസ്ത്യൻസിന് മാത്രം കാണുന്ന സിനിമയല്ല ഇത്. നൊമ്പരം, അതായത് ഒരു നമ്മുടെ മകനെ നഷ്ടപ്പെട്ട ഒരു നൊമ്പരം ആർക്കൊക്കെ ഫീൽ ചെയ്യോ അവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. മുടിയൊക്കെ വളർത്തിയായിരുന്നു ചേട്ടാ, അത് വെച്ചേക്കുവാണ്? ഏത് മുടിയൊക്കെ? ഞാൻ എന്റെ എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ പറയാം, കഴിയുന്നതും നമുക്ക് ഉപകാരമുള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എനിക്കത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നവർ ഞാനിപ്പോൾ ഒരു യങ്ങായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഏറ്റവും ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എന്റെ ഹെയർ ഗ്രോത്ത് ആണ്. അതിനുശേഷം കുറെ ആഡ്സ് ഒക്കെ കിട്ടി. ഒരുപാട് ആഡ്സ് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ അടുത്തൊരു ഒരു അമ്മാവൻ ക്യാരക്ടറിൽ നിന്ന് പിന്നെയും തിരിച്ച് നായകനിലോട്ട് ഹെയർ ഫിക്സിംഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചപ്പോൾ സാജൻ സൂര്യ. ചിലവരൊന്നും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനോ ഇതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് പറയാനോ അത് ഇഷ്ടാവില്ല. അത് പറയുന്നത് ഒരു എല്ലാ സാധാരണക്കാർക്കും ഇപ്പൊ ചെയ്യാൻ പറ്റും. പണ്ട് എനിക്കും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതൊരു 10-20 ലക്ഷം രൂപയ്ക്കൊക്കെ പോയി പുറത്ത് പോയി ഇപ്പം ടർക്കിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ഒരിക്കലും നടക്കില്ല. അപ്പൊ ഇവിടെ എനിക്ക് വളരെ കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ സാധിക്കുക. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, ഇന്ന് ചെയ്യുന്നത് മൊത്തം സാധാരണക്കാരാണ്. അപ്പോൾ അവരുടെ ഒരുപാട് പേരുടെ സന്തോഷം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമല്ല, ഭയങ്കര കോൺഫിഡൻസ് അല്ലേ. ഇതിനകത്ത് യേശുദേവൻ അല്ലേ ഔസേപ്പിതാവ് അല്ലേ, മുടിയൊക്കെ എന്ത് ചെയ്ത് ഇതിനകത്ത് വെച്ചേക്കുവാ? അല്ല, ഇതിനകത്ത് ഒരു പോർഷൻ മാത്രമേ വെച്ചിട്ട്, ബാക്കി തലയിൽ കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വൺ മേക്കപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലോ ഒന്നും ആരും കാണരുത്. ഇതൊരു ഞാൻ പറഞ്ഞു ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജോഷി സാറ് തന്നെയാണ് ഇതിന്റെ മേക്കപ്പ്, ജോഷി സാറ് തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്, ജോഷി സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് പ്രോമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ക്രൂവിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ അല്ല. ഇതൊരു മിനിമം ക്രൂ, ഏറ്റവും ചെറിയ ഒരു ക്രൂവിനെ വെച്ചിട്ട് അദ്ദേഹം തന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി കോസ്റ്റ്യൂം എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ തന്നെ കാണണം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഹെയർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം ഇത്രയും നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഇനി അങ്ങനെ അല്ലേന്ന് ആളുകൾക്ക് ഒരു ഡൗട്ട് തോന്നും. കാരണം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വളരെ കുഞ്ഞായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുഞ്ഞു പടമാണ് അത്.
തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുഞ്ഞു പടമായിട്ട് തന്നെ ഫീൽ ചെയ്യും, അത് വലിയ പടമായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ ഇപ്പോൾ ബഡ്ജറ്റ് വൈസും നമ്മൾ എടുത്തിരിക്കുന്ന രീതികൾ നമ്മൾ ആദ്യം 15 days ആണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ നിന്ന് കുറച്ചുകൂടെ ഡേയ്സ് നമ്മൾ 25-30 ഡേയ്സിനകത്ത് ഈ പടം തീർത്തു. അപ്പം ഇത് ശരിക്കും ഒരു ചെറിയ പടമായിട്ട് സ്റ്റാർട്ട് ചെയ്യണു. ഇപ്പോൾ നമുക്ക് ഈ എങ്ങനെ വേണേലും ഒരു പടത്തെ നമുക്ക് ബഡ്ജറ്റ് വൈസ് ഇപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണേലും എടുക്കാം. അപ്പം ഈ ലൊക്കേഷൻസ് ആയാലും അല്ലെങ്കിൽ അതുപോലുള്ള ക്രൂവിനെയും അത് കുറേ ക്രൗഡിനെയൊക്കെ വെച്ചിട്ട് ഇതല്ല സ്റ്റോറി പറഞ്ഞു പോകുന്നത്. കാണുമ്പോൾ അതങ്ങനെ ഒരു നല്ല പടം കണ്ടിറങ്ങിയ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അതെ, അതായത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മൂന്നാം നൊമ്പരത്തിനെ കുറിച്ചിട്ട് വളരെ കുറച്ച് വാക്കുകളിലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞിട്ടുള്ളൂ. ബൈബിളിൽ എനിക്ക് അതറിയില്ല. പക്ഷേ അതിൻ്റെ കുറേ ഏരിയകൾ അതായത് ജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഏരിയകൾ ആ ഒരു നൊമ്പരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഏരിയകൾ പറഞ്ഞു. അത് ആൾക്കാർക്ക് അതായത് ഇപ്പോൾ വളരെ ഡീപ്പായിട്ട് ബൈബിൾ വായിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അല്ലാത്ത ഒരു സാധാരണ കഥ മാത്രം പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് പടങ്ങളുണ്ടല്ലോ, എന്താണ് ഈ ഡിവോഷനിൽ ഒരുപാട് നമ്മൾ ചെറിയൊരു സബ്ജക്റ്റ് വെച്ചിട്ട് ബാക്കി ആഴത്തിലോട്ട് പോകുന്നത്, അതേപോലെ വളരെ ആഴത്തിലോട്ട് ഈ കഥയായിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എല്ലാം റിയലിസ്റ്റിക് സിനിമകളുടെ കാലമാണ്. അപ്പോൾ ഈ ഡിവോഷണൽ മൂവി അവിടെ വർക്ക് ആവുമെന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കൊമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിലല്ല സാർ എന്നെ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. സാറിൻ്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണിത്. ഇപ്പോൾ ഒരു ഡ്രാമ കുറേ വർഷങ്ങളായിട്ട് ഈ കോസ്റ്റ്യൂം പോലും ഡിസൈൻ സാറ് ചെയ്യാനുള്ള കാരണം സാറിൻ്റെ എക്സ്പീരിയൻസ് ആണ്. സാറ് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ഡ്രാമകൾ ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ ചെയ്തുള്ള എക്സ്പീരിയൻസിൽ സാറ് ചെയ്തിരിക്കുന്ന സാറിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്ന് സാറിന് ഒരു ഐഡിയ ഉണ്ട്. സാറിന് മനസ്സിലാണ് എല്ലാം. ചില സമയത്ത് ഞാൻ ചോദിക്കും, സാർ ഇതൊക്കെ ഇല്ലില്ല ഇതൊക്കെ എൻ്റെ തലയിലുണ്ട് എന്ന് പറയും. അങ്ങനെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ശരിക്കും ഞങ്ങൾ തന്നെ സാറിനെ മനസ്സിലാക്കി ഞങ്ങൾ സാറിന്റെ കൂടെ നിൽക്കുമായിരുന്നു. സാർ എന്താ ആഗ്രഹിക്കണേന്നുള്ളത് നമ്മളിങ്ങനെ ഓക്കെ സാർ ഇന്ന പോലെ വേണം. ശരിക്കും ഫസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഞങ്ങളുടെ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓക്കെ, ഞങ്ങൾക്ക് ഒരു അപ്പൊ നമുക്ക് ഓക്കെ ഇത് നമുക്ക് ചെയ്താൽ നമുക്കൊരു വേറൊരു പുതിയ ക്യാരക്ടറിലേക്ക് മാറി നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച എന്തോ നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഏതൊരു ആർട്ടിസ്റ്റിനും എപ്പോഴും വേണ്ടെന്ന് വെച്ചാൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിപ്പം ഞങ്ങളിപ്പം ഒത്തിരി ക്യാരക്ടേഴ്സ് ഇപ്പോൾ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ വേറിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ എന്ന ലൈഫിൽ വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അതിലേക്ക് മാറാൻ ഞങ്ങൾക്ക് പറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ കൃഷ്ണൻ, അർജുനൻ, പല രാജാക്കന്മാർ, അലിബാബ, അങ്ങനെയുള്ള ഒരുപാട്. പക്ഷെ ഞാൻ ഇതേപോലത്തെ ഒരു ഈ ക്രിസ്ത്യൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ മാതാവിലൊക്കെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഭാഗ്യമാണ് ആ സാധനം. അത് എന്നിലോട്ട് വന്ന് നമ്മൾ സംഭവിച്ചു. അത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ജോഷി സാറും എനിക്ക് വലുതായിട്ട് കഥ അറിയില്ലോ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്താ പറയുക, നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിനകത്ത് ഒരു ദൈവീകത നമുക്ക് ഫീൽ ചെയ്യും. ബംഗ്ലാവിൽ അവതയല്ലേ ആദ്യത്തെ മൂവി 2005 അവിടുന്ന് പിന്നെ കുറച്ച് ഗ്യാപ്പ്, ഇപ്പൊ ഏകദേശം 20 വർഷമായില്ലേ. അപ്പൊ അതിനകത്ത് വളരെ കുറച്ച് മൂവികൾ. അപ്പൊ ഈ സീരിയലിനകത്ത് ആക്റ്റീവ് ആയതുകൊണ്ടാണോ ഇവിടേക്ക് വരാൻ കുറച്ച് താമസിച്ചത്? സിനിമകൾ ആരും എന്നെ വിളിക്കാറില്ല, എന്നെ സിനിമയിൽ കൺസിഡർ ചെയ്യാറില്ല, എന്നെ ആരും വിളിക്കാറില്ല. അതുകൊണ്ട് സിനിമ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഫാക്ട്. പിന്നെ കുറേ ചെയ്തിട്ടുള്ള എല്ലാം വളരെ വളരെ ചെറിയ കഥാപാത്രങ്ങളാണ്. അതിൽ തിങ്കൾ മുതൽ വെള്ളി വരെയിൽ സാജൻ സൂര്യയായിട്ട് അഭിനയിച്ചു. അങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ, ഒരു 6-7 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാവിലവത കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചതി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പടത്തിന് വേണ്ടി എന്നെ ബ്ലോക്ക് ചെയ്ത് ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അന്ന് ബാലേന്ദ്ര മേനോൻ സാറായിരുന്നു അന്ന് അഭിനയിക്കാൻ. ബാലേന്ദ്ര മേനോൻ സാറ്, ഞാൻ അതിനകത്തൊരു ഹീറോ ടൈപ്പ് ക്യാരക്ടർ, നമ്മളൊരു എന്താ പ്രണയം കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കോഴിക്കോടൊരു മോക്ഷൂട്ടും പൂജയൊക്കെ നടന്നു. അപ്പോൾ ആ പടം ഒരു വർഷം എന്നെ പിടിച്ചിരുത്തി. എന്നെ വേറെ ഒന്നും ചെയ്യില്ല, സീരിയലിലും പോകാൻ പറ്റിയില്ല, സിനിമയിലും പോകാൻ പറ്റിയില്ല. അവസാനം ആ സിനിമ നടക്കില്ല, അതൊരു വലിയ ചതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ പറയാം, എനിക്ക് പിന്നെ സിനിമയിൽ ആരും എനിക്ക് അറിയില്ല. എനിക്ക് ആരോ അഡ്വാൻസ് ഒക്കെ കിട്ടിയായിരുന്നു ചേട്ടാ അന്ന്? അല്ലല്ലോ, അതിന് അഡ്വാൻസ് തന്നിട്ടില്ല ഞാൻ പറയാം, എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. എൻ്റെ ഒരു വർഷം വെറുതെ എന്നെ വീട്ടിയിരുത്തി
ആ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ ഇരുത്തി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോയത്. എന്ന് വെച്ചിട്ട് അതിനിടയിൽ എന്നെ 100 സിനിമ വിളിച്ചു എന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അങ്ങനത്തെ വലിയ കോളുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ വിളിച്ച കോളുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. ഓക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നത് യക്ഷിയായിട്ട് ചെയ്തു, ഇവിടെ മാതാവ, രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലേ. ഓക്കെ, അത് എങ്ങനായിരുന്നു അപ്പൊ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും? ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ മറ്റേ ജോൺ പറയണ യക്ഷി കറക്റ്റ് ആണ്. മാതാവിന്റെ കാര്യം സങ്കല്പിക്കാനേ പറ്റൂല. മറ്റേ ഓറയൊക്കെ വരും. ഓറയൊക്കെ അവന് തോന്നും ചിലപ്പോ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ. ഇല്ല, ഇതില് രസം സാറ് ഈ ഫോട്ടോസ് കണ്ടിട്ട് സാറ് ദ്രോണ പടം പോയി കണ്ടു. സാറപ്പോ എന്റെ മാതാവ് ഇതേ യക്ഷിയായിട്ട് നിൽക്കുന്നു. സാറപ്പോ ഒന്ന് ഞെട്ടി. പിന്നെ സാറ് ഞാൻ പറഞ്ഞല്ലോ കുറെ റിസർച്ച് നടത്തി സാർ പിന്നെ ഫൈനലായിട്ട് വിളിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പം എനിക്ക് രണ്ട് എക്സ്ട്രീമിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പം മേ ബി എൻ്റെ ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ മാറുമ്പോൾ തന്നെ എനിക്ക് ക്യാരക്ടർ ചേഞ്ച് എൻ്റെ ഫേസിൽ ആ ഒരു അങ്ങനെ വരാറുണ്ട്. അപ്പം അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പം യക്ഷി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വാലിട്ടൊക്കെ എഴുതി നമ്മുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ നമുക്ക് മേക്കപ്പൊക്കെ ചെയ്ത് ലെൻസൊക്കെ വെച്ച് അങ്ങനെ. ഇത് ഭയങ്കര നാച്ചുറലായിട്ട് അധികം ഒന്നും മേക്കപ്പ് വേണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു അട്ടയറിൽ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ആ ലുക്കിലേക്ക് വരാൻ പറ്റും. അത് പിന്നെ ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടറാണ്. അതൊരു എനിക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. രണ്ട് ഇപ്പൊ ചേട്ടൻ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ചേട്ടന് എന്താ കൃഷ്ണനായിട്ട് എല്ലാം ചെയ്തു എന്ന് ആ ആള് ഇങ്ങനെ ജോസഫായിട്ട് ചെയ്യുന്ന പെട്ടെന്ന് അതിലേക്ക് പെട്ടെന്ന് ചിന്തിക്കില്ല. അതിനകത്തൊരു സന്തോഷം തന്നെ ഒരുപാട് ഫാദർമാരും അല്ലെ ഒക്കെ ഒരുപാട് പേര് കണ്ടിരുന്നു, ഫോട്ടോസ് കണ്ടിരുന്നു. നമ്മൾ സാറ് കുറേ സീൻസ് ഒക്കെ പലരെയും കാണിച്ചിരുന്നു, പല ബിഷപ്സിനെയും കാണിച്ചിരുന്നു. അപ്പം അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഞങ്ങൾ ഭയങ്കരമായിട്ട് അതിന് സ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഭയങ്കര സന്തോഷം അനുഗ്രഹമാണ് നമുക്കൊരു ക്യാരക്ടറായിട്ട് മാറാൻ പറ്റുക എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഗീതാ ഗോവിന്ദം കഴിഞ്ഞു, ഈ നെക്സ്റ്റ് പ്രൊജക്ട് എപ്പോഴാ? ഒന്നുമില്ല, ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കില്ല. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ സിനിമയില്ല, സീരിയലില്ല, ഒരു പണിയില്ല. അതുകൊണ്ട് പ്ലീസ് ആരെങ്കിലും വിളിക്കും. ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയുണ്ട്. സിനിമയിൽ ചിലപ്പോൾ എന്താണ് അടുത്തൊരു സിനിമയൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്ലീസ് ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് സിനിമ വരും. ഞാൻ അത് ചോദിക്കാം. സാധാരണ എല്ലാവരും ഒരു പ്രൊഫഷൻ ഉണ്ടാവും, അത് മാറ്റി നിർത്തിയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ചേട്ടൻ സിനിമയിൽ വന്നതിന് ശേഷം വീണ്ടും ജോലിയിലേക്ക് പോയി. അല്ല, എനിക്ക് സീരിയൽ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നാടകം ഉണ്ടാ സമയത്ത് പ്രൊഫഷണൽ നാടകം കളിച്ചോണ്ടിരുന്നേ. അതാ പറഞ്ഞേ, ഞാനിപ്പോ 2 പ്രൊഫഷനും മാറി മാറി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നാടകം മാത്രം, അത് കഴിഞ്ഞ് സീരിയൽ ചെയ്തു തുടങ്ങി, പിന്നെ ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് ഗ്യാപ്പ് ഒന്നും എടുത്തില്ല. സീരിയലും ജോലിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് സിനിമ ചെയ്തു, അപ്പോഴും ജോലിയുണ്ട്. ഞാൻ ജോലി ഇതുവരെ കളഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അല്ല, കയ്യിൽ കിട്ടുന്ന എല്ലാം ഇങ്ങനെ ഇറുക്കി ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ലൊക്കേഷനിൽ പോകുമ്പോൾ മൊബൈലിരുന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യും. മൊബൈൽ മീൻസ് ഞാനെന്താ, നമ്മളവിടെ ബഡ്ജറ്റ് ഫിനാൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഓഫീസിൽ. അപ്പോൾ അത് കുറേ എനിക്ക് എൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഭാഗ്യമാണ്. അപ്പം ഞാൻ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ഓൾമോസ്റ്റ് കുറേ നമ്മൾ സീൻസ് ഷൂട്ട് ചെയ്ത ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ ഫുൾ ടൈം വർക്കിലായിരിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാണ്. 3-ാം നമ്പർ സെപ്റ്റംബർ 26 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ തന്നെ ഇനി ധാരാളം അവസരങ്ങൾ ലഭിക്കട്ടെ. ഇനി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ. താങ്ക് യു.